ഖജനാപ്പാറയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഷാജി കൊച്ചുകരോട്ട് വീട് കയറി ആക്രമണം നടത്തിയെന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. ഇതിനു മുമ്പും കോൺഗ്രസ് നേതാവിനെതിരെ എതിർകക്ഷികൾ വിവിധയിടങ്ങളിൽ വ്യാജ പരാതി നൽകിയിട്ടുണ്ടെന്നും അതെല്ലാം തള്ളിക്കളഞ്ഞതാണെന്നും ഷാജി കൊച്ചുകരോട്ട് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തുകൂടിയുള്ള റോഡ് കയ്യേറുകയാണ് ഉണ്ടായതെന്നും നേതാക്കൾ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഷാജി കൊച്ചുകരോട്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വീട് കയറി സ്ത്രീകളെ ആക്രമിച്ചെന്ന വാർത്തകൾ പുറത്തുവന്നത്. 5 സ്ത്രീകൾ ആശുപത്രികളിൽ ചികിത്സ തേടുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷാജിക്ക് പിന്തുണയുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് പറഞ്ഞു. ഷാജി എത്തുമ്പോൾ ഷാജിയുടെ ഭാര്യയും മകളും മറ്റയൽക്കാരും ഉണ്ടായിരുന്നു. ഷാജിയുടെ മകളെയും ആക്രമിക്കുന്നത് കൊണ്ടുകൊണ്ടാണ് ഷാജി ചെന്ന് വട്ടം പിടിച്ചതും അങ്ങനെ ആണ് ബഹളം ഉണ്ടായത്. എന്നാൽ ഈ പറയുന്ന സംഭവം എല്ലാം നടക്കുന്നത് ഷാജി വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്താണ്. അവരുടെ വീട്ടിൽ കയറി ആക്രമിക്കുകയോ അവരുടെ വീട്ടിൻ്റെ പരിസരത്ത് കാലുകുത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ വാദങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. 7 വർഷം മുമ്പ് ഷാജി വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തു കൂടിയാണ് റോഡ് നിർമ്മിച്ചത്. ഇതിനോട് ചേർന്ന് 2 അടി നടപ്പുവഴിയും ഉണ്ടായിരുന്നു. എന്നാൽ എതിർകക്ഷികൾ വില കൊടുത്തു വാങ്ങിയ സ്ഥലം കയ്യേറി മതിൽ കെട്ടുകയായിരുന്നെന്നും പ്രശ്നം പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പോലീസും ജനപ്രതിനിധികളും ഇടപെട്ടിട്ടുണ്ട്. മതിൽ കെട്ടാനുള്ള സ്ഥലം പോലീസ് എത്തി അടയാളപ്പെടുത്തി നൽകിയിട്ടും രാത്രിയുടെ മറവിൽ റോഡിലേക്ക് ഇറക്കി എതിർകക്ഷികൾ മതിൽ നിർമ്മിക്കുകയാണ് ചെയ്തതെന്ന് നേതാക്കൾ പറഞ്ഞു. ഷാജി സ്ഥാപിച്ചിരുന്ന ഗേറ്റ് രാത്രിയിൽ പൊളിച്ചു നീക്കുന്നെന്ന് അറിഞ്ഞെത്തിയ ഷാജിയെയും മകളെയും ഭാര്യയെയും ആക്രമിക്കുകയാണ് ചെയ്തതെന്നും ഇവർ പറയുന്നു. ഈ ഷാജിയെ കള്ളക്കേസ് കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ കരുതി കൂട്ടി കമ്പും പത്തലും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആണ് അവർ ഗേറ്റ് തല്ലിപ്പൊളിച്ചത്. ഈ സംഭവം ഗേറ്റ് തല്ലിപ്പൊളിച്ച് അറിയുമ്പോൾ ഷാജി വരികയും ഷാജിയെ മറ്റു രീതി കേസുകളിൽ പെടുത്താം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില BJP നേതാക്കളുടെ ഒത്താശയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അവരുടെ കാര്യം പറഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് മറ്റുള്ളവരുടെ പട്ടയ സ്ഥലത്ത് കയറി അതിർതർക്കം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് BJPക്കാരുടെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ്. സംഭവം നടന്നത് ഷാജി വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ്. എതിർകക്ഷികളുടെ വീട്ടിലേക്ക് കയറിയിട്ടുമില്ല. എതിർകക്ഷികൾ ഷാജിയെ കള്ളക്കേസിൽ കുടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തിയത്. അതിനായി ആയുധങ്ങൾ സഹിതം കരുതിയിരുന്നെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് BJP ആണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. സിറ്റി വിഷൻ, രാജകുമാരി.